ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രോഡക്ട്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അത് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ ഇത് എടുക്കണത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ് ഗൈസ്. കണ്ടോ, ഇതിൽ ഓരോ പാത്രവും നമുക്ക് എടുക്കാം. അപ്പം ഇതെന്താന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം നാളെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ടും ഇഞ്ചിയൊക്കെ നന്നാക്കിയിട്ടൊക്കെ കണ്ടോ ഓരോന്നിലാക്കിയിട്ട് ഇട്ടിട്ട് വെക്കാം. അപ്പം നമ്മളുടെ പണി എളുപ്പമാവും. അതിനുള്ള സാധനമാണ് ഇത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ഇഞ്ചി വാവ ഒഴിങ്ങിക്കോട്ടോ. അപ്പം അടുത്തത് ഞാൻ ഇതാണ് ഓപ്പൺ ചെയ്യണത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് അപ്പം ഇത് ഇങ്ങനെയാണ്. പക്ഷെ ഞാനിത് വിചാരിച്ച പോലല്ല, വളരെ ചെറുതായിപ്പോയി. ഇത് നമ്മൾക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കണ ചെറിയ ചെറിയ ബോക്സുകളാണ്. പക്ഷെ ഞാൻ അതിൽ പിക്ചറിൽ കണ്ടപ്പോൾ നല്ല വലിപ്പം തോന്നിയായിരുന്നു. കാണുന്നുണ്ടോയെന്നറിയില്ല. ഇതിൻ്റെ പിക്ചറിൽ നല്ല സംഭവം അത്യാവശ്യം വലിപ്പം തോന്നിയായിരുന്നു. പക്ഷേ സംഭവം വന്നപ്പോൾ കുഞ്ഞീതായിപ്പോയി. ഇനി അടുത്തത് എന്ന് പറയണത് ഇതാണ്. ഇത് മനസ്സിലായി കാണും. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പിടിയിൽ വെക്കണതും പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഉള്ള ഒരു ഷീറ്റ്, ഒരു കവർ. പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഓരോ തട്ടുകളില്ലേ, ഗ്ലാസ്, അതിൻ്റെ മുകളിൽ അഴുക്കൊന്നും ആവാതിരിക്കാനുള്ള ചെറിയ ചെറിയ ഒരു കവേഴ്സ്. ഇതൊക്കെ വാഷബിൾ ആണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതൊന്നും അധികം പ്രൈസ് ഉള്ളതൊന്നല്ല കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നോക്കിയിട്ട് വാങ്ങി തന്നെയാണ് ഇതൊക്കെ. ഇനി അടുത്തത് ഓൾറെഡി ഇത്, പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. എല്ലാം ഒരേപോലത്തെ പാത്രങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു, ഒരേ വലുപ്പത്തിലുള്ളത്. അപ്പം നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആയി ഇങ്ങനത്തെ ഇത് വിചാരിച്ചു. അപ്പം ഇത് 6 എണ്ണമാണ് കേട്ടോ, 6 എണ്ണം. ഇതിൽ നമുക്ക് തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഇവൻ കോഴിമുട്ട പോലും നമുക്ക് ഇതിൽ വെക്കാം. അതിനുള്ള വലുപ്പമുണ്ട്. അപ്പം അങ്ങനത്തെയാണ്. നല്ല നല്ല ഉറപ്പൊക്കെ ഉള്ള പാത്രം തന്നെയാണ് കേട്ടോ, ലോക്കലൊന്നല്ല, അത്യാവശ്യം ഉറപ്പുണ്ട്. അപ്പം ഇങ്ങനത്തെ 6 കണ്ടെയ്നർ. ഇനി ഇത് നെക്സ്റ്റ്. ഇത് വേറെ, ഇത് നമുക്ക് സ്പൈസസ് ഇട്ടേക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെ കേട്ടോ. ഇത് കണ്ടോ, നമുക്കിതിൽ ഓരോന്നിലും നമുക്ക് മുളക് പൊടി ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറില്ലേ. ഞാൻ ഒരുവിധം കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാല അതൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കല്. എന്താ വെച്ചാൽ പുറത്ത് വെച്ചാൽ അതിൻ്റെയൊക്കെ ആ ഒരു മണം പോവും. അപ്പം ചിക്കൻ മസാല, മീറ്റ് മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കല്. അപ്പം ഒക്കെ ഓൾറെഡി ഞാൻ ആ കവറിൽ അങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അങ്ങനെ വെക്കുക ചെയ്യല്.
അപ്പം ഇതിലിട്ട് വെച്ചാൽ നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. 6 കള്ളികൾ, അതിനൊക്കെ 6 സ്പൂണുകൾ. പിന്നെ ഇത് ഞാൻ ഓൾറെഡി പൊട്ടിച്ചാർന്നു കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനമൊന്നുമല്ല. ഇത് ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് കുറച്ച് പോസിറ്റീവ് എനർജിയുടെ കുറവുണ്ട്. അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഞാനിത് കുറേ വീഡിയോകളിലൊക്കെ കണ്ടു. ഈ സംഭവം നമ്മൾക്ക് സാമ്പ്രാണി പോയിക്കണ സാധനമാണ്. ഇതിനിതാ ഒരു കുളത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം. ഇതിൽ സാമ്പ്രാണി കത്തിച്ചിട്ട് ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾക്ക് പോസിറ്റീവ് എനർജിയുടെ പുക ഇങ്ങനെ വരും ഇത്ര. അപ്പം നമ്മൾക്ക് നല്ല മണം വരുമ്പോൾ നമുക്ക് എല്ലാറ്റിനും ഭയങ്കര ഉണരും എന്ന് പറഞ്ഞു. ബ്രെയിൻ ഉണരും. അപ്പം നമുക്കിത് കാലത്ത് കത്തിച്ചു വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് എത്രയാ 120 രൂപയാണ് കേട്ടോ ഇതിന്. ഞാനിത് എക്സിബിഷൻ ഹാളിൽ പോയപ്പോൾ ഇതിൻ്റെ വില 150 ഞാൻ ചോദിച്ചപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ 120 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇതിലെനിക്ക് ഫ്ലോപ്പായി തോന്നിയ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ സ്പൈസ് ട്രേ ആണ്. ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ചെറുതായി പോയി. ഒരു സംഭവമൊക്കെ ഉണ്ട്, ഇതുണ്ട്. അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇതിപ്പോൾ നമ്മൾ വാങ്ങിയ ഒരു പാക്കറ്റ് ഫുള്ള് ഇത് കൊള്ളുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ 6 പ്രോഡക്റ്റും കൂടിയിട്ട് എനിക്ക് ആകെ 1100 എത്രയായിട്ടാണ് വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ പ്രൈസാണ്. കുറേ കാലമായി ഞാൻ വിചാരിക്കുന്നു. അപ്പം അത് കാരണം കൊണ്ട് എൻ്റെ ഒരു ആഗ്രഹ സാക്ഷാത്കാരം കൂടിയാണ്. അപ്പം ഇനി ഞാൻ ഇതൊക്കെ ഓർഗനൈസ് ചെയ്യണ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞാൽ എടുക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.